ഈ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം വെറും ഒരു പരൽ തന്നെയാണ്. അയാൾ ഒന്നുമല്ല, അയാൾ ആരുടെയൊക്കെയോ കയ്യിലെ ഒരു ഉപകരണമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ദേവസ്വം ബോർഡ് അംഗം ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കയ്യിലെ ഉപകരണമാണ്. അയാളെ മുൻനിർത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിലെ പത്മകുമാർ, രാഘവൻ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ബാബു ഉൾപ്പെടെയുള്ള ആൾക്കാർ കളിക്കുകയാണ് ചെയ്തത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് അയാളെ ഇടനില നിർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള തന്ത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ചെന്നൈയിലേക്ക് ഈ ചെമ്പ് പാളി അല്ലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നതിന് മുമ്പ് തയ്യാറാക്കിയ ഒരു മഹസർ ഉണ്ടല്ലോ, ഒരു ക്രിമിനൽ കേസിലെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഒരു മഹസറാണ്. ആ മഹസർ ഇതിനകത്തിരിക്കുന്നു. ബാക്കി രണ്ടുപേരും അഭിഭാഷകരായതുകൊണ്ട് ഒരു മഹസറിന്റെ പ്രാധാന്യം അവർക്കറിയാം. ഒരു മഹസറിൽ സാക്ഷിയാകേണ്ട വ്യക്തി ആരാണ്? ഒരു ക്രെഡിബിലിറ്റി ഉള്ള വ്യക്തിയായിരിക്കണം, ഒരു വിശ്വാസ്യതയുള്ള വ്യക്തിയായിരിക്കണം. പക്ഷേ ഈ ചെമ്പുപാളി സ്വർണ്ണപ്പാളിയുടെ ഈ കേസിലെ പ്രധാനപ്പെട്ട രണ്ട് സാക്ഷികൾ എന്ന് പറഞ്ഞ കെ ജയപ്രസാദും VS രാജേന്ദ്ര പ്രസാദും എന്ന് പറഞ്ഞ രണ്ട് കളങ്കിത വ്യക്തിത്വങ്ങളാണ്. 2018-19 കാലയളവില് ഈ നിലയ്ക്കലിൽ മെസ് നടത്തിയ വകയില് ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളബില്ലുകൾ ഉണ്ടാക്കി വെട്ടിപ്പ് നടത്തിയ രണ്ട് വ്യക്തികളാണ് ഈ രാജേന്ദ്ര പ്രസാദും ഈ ജയപ്രകാശും. ഈ രണ്ട് വ്യക്തികളാണ് ഈ മഹസറിനകത്ത് ഒപ്പുവെച്ച വ്യക്തികൾ. യോഗ്യതയുമില്ലാത്ത രണ്ട് വ്യക്തികൾ ഒപ്പ് വെക്കേണ്ടിയിരുന്ന രണ്ടുപേരും ഒപ്പുവെച്ചിട്ടില്ല. ആരൊക്കെയാണ് അവര്? ദേവസ്വത്തിന്റെ തിരുവാഭരണ കമ്മീഷണർ ഒപ്പുവെച്ചിട്ടില്ല, ഗോൾഡ് സ്മിത്ത് ഒപ്പുവെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഗോൾഡ് സ്മിത്തിനല്ലേ പറയാൻ സാധിക്കുള്ളൂ ഒരു മഹസർ പ്രകാരം, അല്ലെങ്കിൽ ഒരു മെറ്റൽ അത് സ്വർണമാണോ ചെമ്പാണോ എന്ന് ആധികാരികമായി പറയുക എന്ന് പറയുമ്പോൾ കോടതിയുടെ മുമ്പാകെ സത്യം ചെയ്ത് ബോധിപ്പിക്കാനുള്ള കഴിവുള്ളത് ആ ഗോൾഡ് സ്മിത്തിനാണ്. അത്തരത്തിലുള്ള ഒരു സാക്ഷി ഉണ്ടായില്ല. തിരുവാഭരണ കമ്മീഷണറും തിരുവാഭരണത്തിന്റെ ചുമതലയുള്ള ആളും ഈ മഹസറിനകത്ത് ഒപ്പുവെക്കാതെ രണ്ട് കള്ളന്മാർ. ഈ കള്ളന്മാർക്ക് ഒരു സവിശേഷതയുണ്ട്. രാജേന്ദ്ര പ്രസാദ് ആഭ്യന്തര വകുപ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയുടെയും വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് പ്രകാരം ഇയാളെ ഒരു കാലത്തും തിരികെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടെന്ന റിപ്പോർട്ടുള്ള കളങ്കിത വ്യക്തിത്വമായിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെച്ചിട്ടുള്ള ഈ മഹസർ നാളെ കോടതിയിൽ വരുമ്പോൾ അത് തള്ളിപ്പോകും. ആ മഹസറിന് യാതൊരു വിശ്വാസ്യതയും ഇല്ലാതെ വരും. ഇവര് പറയുന്നത് ശരിയായിട്ട് വരുമെന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ആസൂത്രിതമായി തയ്യാറാക്കിയ ഒരു മഹസറാണ്. ഈ കാരണത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്ന്. ഈ ഗൂഢാലോചനയുടെ കാരണക്കാർ, നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, സ്ത്രീധന നിരോധന നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചുകൊണ്ട് ഈ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്. ഈ നാട്ടിലെ ഹിന്ദുക്കള് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരാണ് ഈ കേസിലെ യഥാർത്ഥ പ്രതികളെന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരൊക്കെ അയ്യപ്പ ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് അവിടെ ചെറിയ ചെറിയ തുകകൾ കാണിക്കയായി കൊടുത്തു, സ്വർണം കൊടുത്തു. ഇതൊക്കെ മോഷ്ടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കൊടുത്ത കാരണത്താൽ ഈ മോഷണത്തിന് കൂട്ടുനിന്നിട്ടുള്ളത് ഈ നാട്ടിലെ അയ്യപ്പ ഭക്തന്മാരാണ്. അതുകൊണ്ട് ശബരിമലയിലെ നാട്ടിലെ സർവ്വ ഹിന്ദുക്കൾക്കെതിരെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം തീരും. ഈ ഗൂഢാലോചന വസ്തുത ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. തമാശയായിട്ട് ഞാൻ പറയുന്നത് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി ഈ കള്ളത്തിന് കൂട്ടുപിടിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഇതിന്റെ കരങ്ങൾ ഉണ്ട് എന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ വിശ്വസിക്കുന്നുണ്ട്.